യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞങ്ങളുടെ വക അടിയും തല്ലും. പുറത്തുനിന്ന് ഗുണ്ടകളുടെ കൊലപാതക ശ്രമവുമായി നീ ഇവിടെ കിടന്ന് നട്ടം തിരിയും. അവസാനം നീ തന്നെ വിളിച്ചു പറയും ആരാണ് സാക്ഷിയെ കൊന്നതെന്ന്, നീ എങ്ങനെ നന്ദനങ്ങളുടെ മകളായെന്ന്. നോക്കിക്കോ നീ. ബാബുജ, നന്ദഗോപനും അരുണിമയ്ക്കും ഒരേ ഒരു മകളേ ഉള്ളൂ. ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് ആശ്രമത്തിലെത്തിയ അവരുടെ മകളായ അനുമോൾക്ക് വിശ്വനാഥൻ അച്ഛൻ ഇട്ട പേര് പ്രിയ എന്നല്ല, പൂജ എന്നാണ്. അതെനിക്കിന്ന് അറിയാം. കേട്ടോടി. ചവിട്ടി കൂട്ടു ഞാൻ ആശം പിടിച്ചോളൂ. വാ ചേട്ടാ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയുള്ളൂ. ഇനി സാറിന്റെ കയ്യിൽ നിന്നൂടെ വാങ്ങാൻ നീ തയ്യാറായിക്കോ? സാറ് തല്ലുമ്പോ ഒരു ഗുണമുണ്ട്, പുറത്തു പാടൊന്നും കാണില്ല, പക്ഷേ അകൻ ചതഞ്ഞു പോകും. നിന്നെ എവിടെയിട്ട് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കെട്ടി താഴ്ത്തിയാലും ഒരാളും അന്വേഷിച്ചു വരാൻ പോകുന്നില്ല. കാരണം നീ ഇല്ലാതാവുന്നതാണ് നിന്നെ അയച്ച ആളുകൾക്ക് നല്ലത്. അതെ, പക്ഷേ ഞങ്ങൾക്ക് നിന്റെ ജീവൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞങ്ങൾ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം പറയാൻ നീ തയ്യാറാവണം. ഈ സാറ് വിചാരിച്ച നിനക്ക് വലിയ ശിക്ഷ കൂടാതെ രക്ഷപ്പെടാം. എന്നാൽ നീ കണ്ട കാര്യം വള്ളി പുള്ളി തെറ്റാതെ നടന്നതുപോലെ മുഴുവൻ ഞങ്ങളോട് പറയണം. അല്ലെങ്കിലേ ഞങ്ങൾ മുറയൊന്ന് മാറ്റിപ്പിടിക്കും. നഖത്തിനിടയിലൂടെ സൂചി കയറുന്നത് അനുഭവിച്ചിട്ടുണ്ടോ നീ? ഒരു തവണ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? വലിയ രീതിയിലുള്ള ദേഹോപദ്രവങ്ങളെക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെയുള്ള കലാപരിപാടികളാണ്. എന്നാ തുടങ്ങിയാലോ അർജുൻ? അയ്യോ വേണ്ട സാറേ, അരുത്, എന്നൊന്നും ചെയ്യരുത്. ഇവരിത്ര നേരം നിന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാലോടാ, എന്നിട്ട് നീ ഒരു അക്ഷരം ഒഴിഞ്ഞില്ലല്ലോടാ. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്ന പോലെ നീ കാക്കി കണ്ടാലേ വഴങ്ങും അല്ലേ? സാറേ, ആ നഖത്തിലോട്ട് അങ്ങ് കേറ്റ് സാർ. ഇവന്റെ ഇത്ര നേരത്തെ വാശിക്ക് ഒരു പണി കൂടെ കൊടുത്തിട്ട് മതി ഈ ചോദ്യം ചെയ്യലൊക്കെ. അയ്യോ സാറേ വേണ്ട, എന്നെ ഉപദ്രവിക്കരുത് സാറേ. എന്നാ ആദ്യം മുതലങ്ങ് പറയടാ, അന്ന് സാക്ഷിയോടൊപ്പം അർജുന്റെ വീട്ടിലേക്ക് പോകുമ്പോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോടാ? ആരായാള്? ശങ്കർ സാറ്. അപ്പോ ശങ്കറിന്റെ ഫോൺ വെറുതെ അല്ല, പ്രിയയുടെ കയ്യിലുള്ള നമ്പറിലേക്ക് പോയെന്ന് വ്യക്തമായില്ലേ? എന്നിട്ട് ശങ്കർ സാർ അകത്തേക്ക് വന്നില്ല. ഞങ്ങളും സാക്ഷി മേഡവും കൂടെ പോയത്. സാക്ഷിയോടൊപ്പം അന്ന് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 4 പേര്. ബാക്കി 3 പേര് ഇപ്പൊ എവിടെ ഉണ്ടാ? അറിയില്ല സാറേ. ജോർജ്, ഇവന്റെ കൈ പിടിച്ച് മേശപ്പുറത്ത് വയ്ക്കേ. ഇങ്ങോട്ടാണ്. അയ്യോ സാറേ, സത്യമായിട്ട് എനിക്ക് അറിയില്ല സാറേ. എനിക്കൊന്നും അറിയില്ല സാറേ. അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. അറിഞ്ഞൂടാ സാറേ, അറിയില്ല, എനിക്കൊന്നും അറിയില്ല സാറേ. അറിയില്ല. ഞാൻ പറയാം, ഞാൻ പറയാം. എന്നാ പറ. അന്ന് എല്ലാവരും തമ്മിൽ പിരിഞ്ഞതാണ്. അതിനുശേഷം പരസ്പരം ആരും കണ്ടിട്ടില്ല. മാത്രമല്ല അതിനു മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ പരിചയമില്ല. സാക്ഷി മേഡം ഓരോ കാര്യത്തിന് വിളിക്കുമ്പോ ചെല്ലുമ്പോ ഓരോരുത്തരെ കാണും. ഏൽപ്പിച്ച ജോലി കഴിയുമ്പോ നമ്മളെല്ലാരും പിരിയും. പരസ്പരം ഒരു കാരണവശാലും വിളിക്കരുതെന്ന് സേനാപതി സാറിനും സാക്ഷി മേഡത്തിനും ഭയങ്കര നിർബന്ധമായിരുന്നു. അന്ന് എന്റെ വീട്ടിലേക്ക് സാക്ഷിയുമായിട്ട് നീ വന്നത് എന്തുദ്ദേശത്തോടെയായിരുന്നു? മേഡം ജയിലാകാൻ കാരണക്കാരിയായ പ്രിയ എന്ന സ്ത്രീയെ കാണാൻ വേണ്ടി ഒരു പണി കൊടുക്കണമെന്നതായിരുന്നു തീരുമാനം. പക്ഷേ സാക്ഷി മേഡത്തെ കണ്ടതും ആ പെണ്ണ് മാറ്റി നിർത്തി കുറെ സംസാരിച്ചു. ആ വീട്ടിലെ വേറെ 2 പേരെ ഇല്ലാതാക്കാൻ
അപ്പോഴാണ് അവര് തീരുമാനിച്ചത്. അതിനുള്ള പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് മുകളിൽ നിന്ന് അവരിറങ്ങി വന്നു. പിന്നെ ആകെ പിടിവലിയും ബഹളവുമായി. സാക്ഷിയെ കൊന്ന അപ്പൊ ആരടാ? സാക്ഷിയെ കൊന്ന ആരെന്ന് പറയണം. അവിടെ ഉള്ളൊരു പെണ്ണ് തള്ളി താഴെ ഇട്ടപ്പോ സാക്ഷി മേട താഴെ വീണു. വിളക്കിന്റെ അറ്റം വയറ്റിന് കുത്തി കയറി. ആ പെണ്ണിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. അത് ഊരിയെടുത്തു. അത് കണ്ടതോടെ മറ്റുള്ളവരെല്ലാം പോയി. പിടിക്കപ്പെട്ടാലോ എന്ന് കരുതി ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന ആ സ്ത്രീ താഴെ പോയി. അപ്പോഴാ പ്രിയ അവിടേക്ക് വന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? പ്രിയ അവിടേക്ക് വരുമ്പോ സാക്ഷിക്ക് ജീവനുണ്ടായിരുന്നു. അവര് എഴുന്നേക്കാൻ ശ്രമിച്ചു. അതുകണ്ട് പ്രിയ അവിടെ ഇരുന്ന മറ്റൊരു വിളക്കെടുത്ത് അവരെ വീണ്ടും കുത്തി. എന്നിട്ട് നീ അത് നേരി കണ്ടോടാ? കണ്ടു സാറേ, കണ്ടു. നീ ഇത് കോടതിയിൽ പറയുമല്ലോ അല്ലേ? പറയാൻ സാറേ. അപ്പോ മരണത്തിന് കാരണമായ രണ്ടാമത്തെ കുത്ത് പ്രിയയാണ് കുത്തിയത് അല്ലടാ? അതെ സാറേ, അതെ. എന്നിട്ടാ വിളക്കെവിടടാ? അറിയില്ല സാറേ. സാക്ഷി മേഡം വീണതോടെ എനിക്കാകെ ടെൻഷനായി. എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു. ഞാൻ ആരും അറിയാതെ അവിടെ നിന്ന് പോയി. ആ വിളക്കൂടി കണ്ടെത്തണം അർജുൻ. തൊണ്ടി കൂടി ഉണ്ടെങ്കിലേ കൂടുതൽ കേസ് സ്ട്രോങ് ആവും. പക്ഷേ പ്രിയം ഉണ്ടാവരുതാണല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? കോടതിയില് അവളെ എത്തിക്കുന്നതിന് മുമ്പ് ഞാൻ അവളുടെ വാ തുറപ്പിക്കും. എന്നാ പ്രിയ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോവാം. ശരി എസ് പി സാർ. അവളൊക്കെ എന്ത് ചെയ്തെന്ന് നമുക്ക് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ജോർജ് കുട്ടി, ആ കെട്ടഴിക്ക്. അപ്പോഴേ നമുക്കേ അങ്ങ് സ്റ്റേഷനിലേക്ക് ചെല്ലാം. നടക്കടാ. ഓ, ആ കാര്യം ശരിയായി. പക്ഷേ പ്രിയ സംസാരിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നാളെ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്. പൂജയുടെ അവസാനം പണിക്കരെല്ലാ ദോഷങ്ങളും ആ തേങ്ങയിലേക്ക് ആവഹിച്ച് അത് ഉടയ്ക്കുമെന്നാണ് കേട്ടത്. ഓ, ആ തേങ്ങയില് നമ്മളൊരു ബോംബ് വയ്ക്കും. ബോംബോ? ബോംബെന്ന് വെച്ചാ ഒരു ചെറിയ ഗ്രനേഡ്. അയ്യോ, കുഴപ്പമോ സാറേ? അങ്ങനെ ഒരു ബോംബുണ്ടെന്ന് നമ്മൾ പ്രിയോട് അവിടെ വെച്ച് തന്നെ അറിയിക്കും. അവൾ ഉറപ്പായിട്ടും എഴുന്നേറ്റ് ഓടും. മിഥുന സിനിമയിൽ നടന്നതുപോലെ സംഭവിക്കുന്ന ഉറപ്പുണ്ടോ? എന്ത് ചെയ്തിട്ടും അനങ്ങാത്ത ഐറ്റം അത്. അതിനൊരു വഴിയുണ്ട്. അവളോട് നേരത്തെ പറഞ്ഞ അവൾ ഒരുപക്ഷെ അത് വിശ്വസിക്കത്തില്ല. ആ തേങ്ങയിൽ ബോംബാണെന്ന് ഞാൻ അവളോട് നേരിട്ട് പറയാതെ അറിയിക്കണം. ഞാൻ ഫോണിൽ വിളിക്കുമ്പോഴേ താനേ ഞാൻ ഏൽപ്പിക്കുന്ന തേങ്ങയായിട്ട് വന്നാൽ മാത്രം മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ തേങ്ങയില് ശരിക്കും ബോംബ് ഉണ്ടാവുമോ? ഇത്തിരി വലിയ ഏറുപടക്കം, ഇത്തിരി ശബ്ദവും പുകയൊക്കെ ആകുമ്പോ അന്തരീക്ഷം ഒന്ന് കൊഴുക്കുമല്ലോ. സമാധാനമായി. എന്താടോ? അല്ല, ബോംബെറിഞ്ഞ കേസ് വാദിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് ഈ വക സംഗതികളുമായി ഇടപെട്ടിട്ടില്ലല്ലോ. അതാ ഒരിത്. താമ്പാ. അങ്കിളെ, അങ്കിൾ. നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഒരു ഗുണ്ട, പേര് കോതാട് സജി. എന്താ അറിയോ? എന്താ? ഗുണ്ടകളും അധോലോക ക്രിമിനൽസുമായി ശങ്കർറാം എന്ന സൽസ്വഭാവിക്ക് ബന്ധമില്ലാന്നാണോ? ഏട്ടാ, ഇവൻ എന്തൊക്കെയാ ഇവിടെ ഒന്നെന്ന് പറയുന്നത്? അതെ, തിരിച്ചൊന്നും പറയാതെ ഏട്ടൻ മിണ്ടാതിരിക്കുന്നുണ്ടാ ഇവനൊക്കെ ഏത് സമയത്തും കയറി വരാനും തോന്നൊക്കെ വിളിച്ചു പറയാനും ലൈസൻസ് ഉണ്ടെന്ന് കരുതുന്നത്. കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ എനിക്ക് അറിയാൻ മേഞ്ഞിട്ടൊന്നുമല്ല. ഏട്ടനെ ഓർത്താ പലപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുന്നത്. അതെ, എനിക്ക് സഹിക്കുന്നതിന് ചില പരിധിയൊക്കെ ഉണ്ട്. വാടോ, താൻ തനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ കാണിക്ക്.
പാതിരാത്രി ഒരു പെണ്ണിനെയും കുറെ ഗുണ്ടകളെയും കൊട്ടേഷനും കൊടുത്ത് വല്ല വീട്ടിലേക്ക് പറഞ്ഞയക്കാനേ തനിക്കൊക്കെ അറിയൂ.